പുസ്തകം 14 അധ്യായം അതിൻ്റെ 4 വാക്യം. Hosea chapter 14 verse 4. Hallelujah. One person in English, please. മൈക്കിൽ വായിക്കാമോ? അത് ആ ട്രാൻസ്ലേഷൻ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. I will heal their apostasy and faithlessness. I will love them freely, for my anger has turned away from Israel. Wonderful. Thank you. Shall we pray? Father in heaven, we come to you in Jesus' precious name. We bring before you the word of God. We pray that you would bless it and break it and feed our hungry soul. Help every one of us to captivated by the word. And when we return from this place, let the fire of God, hallelujah, take hold of our spirit, soul, and body. Hallelujah. Helping us as we deal with this place to go to the prayer room, as we go to a house, to that urgency of prayer, let it increase in our lives, Father. Amen. Praise God. Let thy name be glorified, O Lord. In Jesus' matchless name we pray. Amen. Amen. കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനം. ആമേൻ. പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ പ്രൈസ് ഗോഡ് വാഴ്ത്തുന്നു. ആമേൻ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. ഇത്ര നേരം ഹല്ലേലൂയ പ്രാർത്ഥനയിലും ആരാധനയിലും ദൈവസന്നിധിയിൽ ആമേൻ സമയം ഇൻവെസ്റ്റ് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. കുറച്ചു നേരം ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നിന്ന് അവൻ്റെ ആലോചന കേൾക്കുവാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ. പ്രൈസ് ബി ടു ഗോഡ്സ് ഹോളി നെയിം. നമ്മുടെ പിന്മാറ്റത്തെ ദൈവം ചികിത്സിച്ച് സൗഖ്യമാക്കി. പ്രൈസ് ഗോഡ്. അവൻ്റെ കോപം നമ്മെ വിട്ട് മാറിയിരിക്കയാൽ നമ്മെ ഔദാര്യമായി സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ ഇവിടെ കാണുന്നു. എന്നാൽ പ്രൈസ് ഗോഡ് ഇവിടെ 2 പദ്ധതികൾ കാണാം. 2 പദ്ധതികൾ, 2 purposes we can see here. ഒന്ന് പിശാചിൻ്റെ പദ്ധതി, രണ്ടാമത്തെ ദൈവത്തിൻ്റെ പദ്ധതി. പിശാചിൻ്റെ പദ്ധതി, the purpose of Satan is backsliding, വിട്ടുവീഴ്ച, അല്ലെങ്കിൽ പ്രൈസ് ഗോഡ് കോംപ്രമൈസ്, കോംപ്ലേസൻസി, ലൂക്ക്വാംനെസ്, ബാക്ക്സ്ലൈഡിങ്. ഇതാണ് പിശാചിൻ്റെ പദ്ധതി. ദൈവത്തിൻ്റെ പ്ലാന് നമ്മെ ഔദാര്യമായി സ്നേഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുവന്നിരുത്തുക എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഇത് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഓർമ്മ ഏതേൻ തോട്ടത്തിലേക്ക് ആണ് വരുന്നത്. പ്രൈസ് ഗോഡ്. അവിടെ വെച്ച് ദൈവം ഔദാര്യമായി സ്നേഹിച്ച വ്യക്തികൾ 2 പേര് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ എല്ലാ 7 അനുഗ്രഹങ്ങൾ, അതായത് നിത്യജീവൻ, ദൈവത്തിൻ്റെ കൂട്ടായ്മ, ആമേൻ പ്രൈസ് ഗോഡ്, ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ സ്വരൂപം, ദൈവത്തിൻ്റെ വാഴ്ച, ദൈവത്തിൻ്റെ ആമേൻ ഓഹരി, പ്രൈസ് ഗോഡ്, ദൈവത്തിൻ്റെ what you say for immortality. Praise God. Thank you. Praise God. ഇമ്മോർട്ടാലിറ്റി 7 ബ്ലെസ്സിങ്ങും ഉണ്ടായിരുന്ന ആദാം അവ്വാളിനെ ദൈവം ഔദാര്യമായി സ്നേഹിക്കുന്ന ഒരു അവസ്ഥ. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു, ദൈവത്തിൻ്റെ ദിവസം പ്രതി ദൈവത്തിൻ്റെ സന്നിധിയിൽ വാഴുന്ന ജീവിച്ച ഒരു വ്യക്തികളായിരുന്നു ആദാം അവ്വ. എന്നാൽ ദൈവത്തിൻ്റെ അനുസരണക്കേട് കാണിച്ച് പിശാചിൻ്റെ ഹല്ലേലൂയ വാക്കുകൾ കേട്ട് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പിന്മാറ്റത്തിൻ്റെ കാരണമാണ് ഇന്ന് നിങ്ങളും ഞാനും ദൈവത്തിൻ്റെ സന്നിധി വിട്ട് മാറ്റപ്പെട്ടിരിക്കുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചത് കൊണ്ട് ആ 7 അനുഗ്രഹങ്ങളും തിരികെ തന്ന് നമ്മെ യഥാസ്ഥാനപ്പെടുത്തി ദൈവത്തിൻ്റെ സഭയിൽ നമ്മൾ നട്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഒരിക്കൽ ദൈവം നമ്മെ ഔദാര്യമായി സ്നേഹിച്ച് നമ്മെ കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും വീഴ്ചയിലേക്ക് പോകാമോ? വീണ്ടും പിന്മാറ്റത്തിലേക്ക് പോകാമോ? തീർച്ചയായിട്ടും പോകാം. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ദൈവസഭയിനകത്ത് തന്നെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ 2 കൂട്ടർ ആൾക്കാരുണ്ട് ദൈവസഭയിൽ തന്നെ. ദൈവം ഔദാര്യമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തി, ഒരു കൂട്ടം, പിന്നെ പിന്മാറ്റത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടം. അവർക്ക് ആരാധന ഒരു ബോറടിയാണ്, പ്രാർത്ഥന ഒരു ബോറടിയാണ്, ബൈബിൾ വായിക്കുന്നത് ഒരു ബോറടിയാണ്, ഉപവാസം ഭയങ്കര ബോറാണ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അവർ ആരാധനയ്ക്ക് വരത്തേ ഇല്ല. അവർ കാഴ്ചക്കാരാണ്. വന്നെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ കാഴ്ചക്കാരാണ്. they are only spectators.
They are not participants. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യണം എന്ന് ആഗ്രഹിക്കാതെ ദൈവത്തോട് പ്രാപിക്കുന്ന മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അവരുടെ മനസ്സ് എപ്പോഴും ദൈവത്തിന് സന്നിധിയിൽ എന്ത് കൊടുക്കാമെന്നല്ല, എന്ത് പ്രാപിക്കാമെന്ന് മനസ്സ് മാത്രം ഉണ്ടായിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ തീർച്ചയായിട്ടും വന്നാൽ നമ്മൾ ചോദിക്കേണ്ട, അവൻ നമ്മളെ സകല ആത്മീയ അണുക്കടുക്കുന്ന ദൈവമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ അവൻ സാധിച്ചു തരുന്ന ദൈവമാണ്. എന്നാൽ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നവരായി മാറണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആരാധനയിൽ അവനെ വർഷിപ്പ് ചെയ്യുമ്പോൾ, ഞാൻ എപ്പോഴും NCFI ചർച്ചയെ കുറിച്ച് പറയുമ്പോൾ പ്രൈസ് ഗോഡ്, വേലൻ വന്നു കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലും സ്പീക്കർ ഇടണം അല്ലെങ്കിൽ കസേര ഇടണം എന്ന് കഴിഞ്ഞാൽ സഹോദരന്മാരായിട്ട് ദാസന്മാരായിട്ട് മാറാൻ തയ്യാറാണ്. എന്നാൽ വർഷിപ്പ് ചെയ്യുമ്പോൾ, അവനെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാരായി മാറാൻ തയ്യാറാണ്. രണ്ടുമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. ആരാധന കഴിഞ്ഞതും ഇതെല്ലാം സെറ്റ് ഓഫ് ചെയ്ത് വൈൻഡപ്പ് ചെയ്ത് തിരിച്ചു വെക്കാനും അറിയാം. ആരാധന സമയത്ത് ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കാനും അറിയാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസഭയിൽ തന്നെ രണ്ട് കൂട്ടർ ആൾക്കാരുണ്ട്. വളരെ കെയർഫുള്ളായിട്ട് ദൈവം പറഞ്ഞത് ഒരു വാക്യം, വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം, സാഗരായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക, റിവൈവ് ദം. Praise the Lord. Strengthen the things that are ready to die. ഹല്ലേലൂയ. എപ്പോഴും പ്രാർത്ഥനയിൽ ജാഗരിച്ചിരിക്കണം, എപ്പോഴും ദൈവസന്നിധിയിൽ കാത്തിരിക്കണം, എപ്പോഴും ദൈവവചനം കേട്ടുകൊണ്ടിരിക്കണം, എപ്പോഴും ദൈവവചനം വായിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നിറവ് പ്രാപിച്ചവരായിരിക്കണം, അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കണം എന്നുള്ള പേടി എന്നുള്ള വിറയൽ നമുക്ക് അധികം ഉണ്ടാകണം. അങ്ങനെയാണ് നമ്മൾ രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ പ്രൈസ് ഗോഡ് വിട്ടുവീഴ്ച സംഭവിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ പറയുമ്പോൾ അറിയാം, സ്തോത്രം പറയുമ്പോൾ അറിയാം അവർ ഹല്ലേലൂയ ഹൃദയത്തിൽ വരുന്നതാണോ അല്ലെങ്കിൽ വായിൽ നിന്ന് മാത്രം വരുന്നതാണോ അറിയാം. പ്രൈസ് ഗോഡ്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഹല്ലേലൂയ ഒരു അവസ്ഥയിലേക്ക്, ഒരു സ്വാതന്ത്ര്യമായിട്ട് അവൻ പ്രൈസ് ഗോഡ് നമ്മെ സ്നേഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുവാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ. ഒന്ന്, പിശാചിൻ്റെ തന്ത്രം. രണ്ട്, ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം. ദൈവം നമ്മോട് പ്രാർത്ഥിക്കാൻ പറയുന്നത്, ദൈവം നമ്മോട് ആരാധിക്കാൻ പറയുന്നത് ആമേൻ നമ്മോടുള്ള സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ്. പ്രൈസ് ഗോഡ്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുവീൻ, കർത്തൃമേശയ്ക്ക് വരുവീൻ, ആരാധനയ്ക്ക് വരുവീൻ എന്ന് പറഞ്ഞ് നമ്മെ സ്വാഗതം ചെയ്യുന്ന, നമ്മെ ക്ഷണിക്കുന്ന ഒരു നല്ല പിതാവ് പ്രൈസ് ഗോഡ് രണ്ട് കരങ്ങൾ വിരിച്ച് ദൈവസന്നിധിയിൽ വരുന്നവരെ ഓടി കട്ടിപ്പിടിച്ച് ആമേൻ പ്രൈസ് ഗോഡ്. നഴ്സറിയിലെ നമ്മുടെ പിള്ളേരെ റിസീവ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടുണ്ട് പാരൻസിനെ. ആമേൻ പ്രൈസ് ഗോഡ്. ഡോർ ആ ടീച്ചർ ഡോർ തുറക്കുമ്പോൾ ആ കൊച്ചു ഓടി വന്ന് കട്ടിപ്പിടിക്കും. പ്രൈസ് ഗോഡ്. എന്താണ് അർത്ഥം അറിയുമോ? ആ പേരൻസിന് ആ കൊച്ചു ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ഒഫീലിയ ആമേൻ പ്രൈസ് ഗോഡ്. എല്ലാ പിള്ളേരും എല്ലാ പാരൻസും കാണുന്ന വിഷയമാണ്. പ്രൈസ് ഗോഡ്. ആ പിള്ളേർ ഓടി വന്ന് കെട്ടിപ്പിടിക്കും. പിന്നെ രാവിലെ വിടുമ്പോൾ സ്കൂൾ നഴ്സറിയിൽ വിടുമ്പോൾ ആ കൊച്ചിനോട് പറയും, അമ്മ പറയുന്നതാണ്, അമ്മ കൊച്ചിനോട് കിസ് കൊടുത്തിട്ട് കൊച്ചു കിസ് ഉമ്മ കൊടുത്തു. അത് കഴിഞ്ഞ് അമ്മ കൊച്ചിനോട് പറയുന്നു, ഈ ഡോർ പോയിട്ട് ആ വിൻഡോ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വിൻഡോ വഴി ഞാൻ കാർ പാർക്കിൽ കാണും, ഞാൻ കാർ ബായ് കാണിക്കുമ്പോൾ നീ എനിക്ക് ബായ് കാണിക്കണമെന്ന് പറയും. ആ കൊച്ച് എത്തി നോക്കും. അമ്മ പ്രൈസ് ഗോഡ്. വിൻഡോയിൽ അമ്മ പോകുമ്പോൾ അമ്മയ്ക്ക് ടാറ്റ പറയും. പ്രൈസോ അത്രയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം അമ്മയും കുഞ്ഞിനും തമ്മിലുള്ള സ്വാതന്ത്ര്യം. അത് ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന നമ്മ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ഒരു സ്വാതന്ത്ര്യത്തോടെ ആരാധിപ്പാൻ, ദൈവസന്നിധിയിലേക്ക് ഓടി വരുവാൻ, ദാഹത്തോടെ ഓടി വരുവാൻ, അതുപോലെ തന്നെ ഉത്സാഹമായി ദൈവം ഹല്ലേലൂയ രണ്ട് കരങ്ങൾ വിരിച്ച് വിളിക്കുന്നു. ആമേൻ പ്രൈസ് ഗോഡ്. അവനെ ആരാധിക്കുന്നവർ അവനക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അവരെ തന്നെയാണ് ദൈവം ഔദാര്യമായി സ്നേഹിക്കുന്നത്. അവർ പേരറിയാം, അവർ വീടറിയാം, അവരുടെ ജോലി സ്ഥലം അറിയാം, അവരുടെ കാർ അറിയാം, അവരുടെ ബാങ്ക് ബാലൻസ് അറിയാം, അവരുടെ അവസ്ഥകൾ എന്നാണെന്നറിയാം, അവരുടെ നീഡ് എന്നാണെന്നറിയാം. ആമേൻ പ്രൈസ് ഗോഡ്. അവർ കടന്നു പോകുന്ന എല്ലാ പ്രശ്നങ്ങളിലും അവൻ കൂടെ ഉണ്ട്. അങ്ങനെയുള്ളവരാണ് അവൻ ഔദാര്യമായി സ്നേഹിക്കുന്ന ഒരവസ്ഥ. അവസ്ഥയിലേക്ക് വരുവാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ. ആമേൻ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. Glory be to God's holy name.
Praise the Lord. Hallelujah. Glory to God. Hallelujah. പിശാച് എപ്പോഴും നെഗറ്റീവായിട്ടാണ് വരുന്നത്. നെഗറ്റീവ് വിചാരങ്ങൾ, നെഗറ്റീവ് സംസാരങ്ങൾ, നെഗറ്റീവ് പ്രവൃത്തികൾ എല്ലാം നെഗറ്റീവാണ്. ഡിസ്കറേജ്മെൻറ്റ് അവൻ്റെ സൈഡിൽ നിന്നാണ് വരുന്നത്. എല്ലാം ഡിസ്കറേജ് ചെയ്യും. ഇതെന്തിനാ ചെയ്യുന്നത്, ഇത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഡിസ്കറേജ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അത് പിശാചിൻ്റെയാണ്. ഇത് ചെയ്യണം, മുൻപോട്ട് പോയി ചെയ്യണം, ദൈവത്തിന് വേണ്ടി റിസ്ക് എടുക്കണം. പ്രൈസ് ഗോഡ്. പ്രായം ഒരു വിഷയമല്ല, നമ്മളായിരിക്കുന്ന അവസ്ഥകൾ ഒരു വിഷയമല്ല. ദൈവത്തിന് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പോസിറ്റിവിറ്റി എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ബി ടു ഗോഡ്സ് ഹോളി നെയിം. പ്രൈസ് ഗോഡ്. ആരാധനയ്ക്ക് വരുമ്പോൾ നേരത്തെ വരുന്നവർ ദൈവത്തിന് ഇഷ്ടമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആരാധിക്കുന്നവർ ദൈവത്തിന് ഇഷ്ടമാണ്. സ്തോത്രം പറയുന്നവർ ദൈവത്തിന് ഇഷ്ടമാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും ദൈവത്തിന് വേണ്ടി പോസിറ്റീവായിട്ട് ചെയ്യുന്നവരെ എപ്പോഴും ദൈവത്തിന് ഇഷ്ടമാണ്. നെഗറ്റീവ് ദൈവത്തിന് ഇഷ്ടമേ ഇല്ല. പ്രൈസ് ലോർഡ്. എബ്രായർ 10-ാമത്തെ അധ്യായം അതിന് 38-ാമത്തെ വാക്യം. പ്രൈസ് ഗോഡ്. പിന്മാറുമെങ്കിൽ എൻ്റെ ഉള്ളം അവനോട് പ്രസാദം തോന്നുകയില്ല. പ്രൈസ് ഗോഡ്. ഇഫ് എനി മാൻ ഡ്രോ ബാക്ക് മൈ സോൾ ഷെൽ ഹാവ് നോ പ്ലെഷർ ഇൻ ഹിം. മലയാളത്തിൽ വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇംഗ്ലീഷിൽ വെറും ജസ്റ്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ, മൈ ജസ്റ്റിനെ എഴുതിയിട്ടില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അത്രയ്ക്ക് ദൈവത്തിന് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ദൈവം പറയുന്നത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുമെങ്കിൽ എൻ്റെ ഉള്ളം അവനോട് പ്രസാദം തോന്നുകയില്ല. ഉള്ളം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ഉള്ളം എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദ സോൾ? സോൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഗോഡ് സോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വായിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 55-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ തൊട്ട് വായിക്കാം. 11-ാമത്തെ വാക്യം വരെ, 8 തൊട്ട് 11. യെശയ്യാവ് 55. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വിചാരമാണ് ദൈവത്തിൻ്റെ ഉള്ളം. ദൈവത്തിൻ്റെ ഉള്ളം മുഴുവനും പ്രൈസ് ഗോഡ് അവൻ്റെ വിചാരത്താൽ, അവൻ വികാരത്താൽ നിറഞ്ഞിരിക്കുന്നു. അവൻ പറയുന്നു, എൻ്റെ വിചാരം നിങ്ങളുടെ വിചാരമല്ല, എൻ്റെ വഴികൾ നിന്റെ വഴികളുമല്ല. സ്വർഗത്തിന് മീതെ ഭൂമി എത്ര ഉയർന്നിരിക്കുന്നുവോ അത്രയ്ക്ക് ഡിസ്റ്റൻസ് ആണ്. ഫ്രം ഹെവൻ ടു എർത്ത് എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ അത്ര ഡിസ്റ്റൻസ്. ഞാൻ സ്വർഗത്തിലിരിക്കുന്നു, നിങ്ങൾ ഭൂമിയിലിരിക്കുന്നു. നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളല്ല, എൻ്റെ വിചാരങ്ങൾ നിൻ്റെ വിചാരങ്ങളുമല്ല. എന്നാൽ 11-ാമത്തെ വചനത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ വചനം പ്രൈസ് ഗോഡ് അയച്ച് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, അത് വെറുതെ മടങ്ങി പോവുകയില്ല. ദൈവത്തിൻ്റെ വചനം ആരാണ്? കർത്താവ് യേശുക്രിസ്തുവാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ദൈവത്തിൻ്റെ വിചാരങ്ങളും ദൈവത്തിൻ്റെ വികാരങ്ങളും ദൈവത്തിൻ്റെ വഴികളും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ഉള്ളിൽ സ്ഥാപിതമാകി. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, വായിക്കാം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 2-ാമത്തെ അധ്യായം ലാസ്റ്റ് വചനം. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു.
ആമേൻ, പ്രൈസ് ഗോഡ്. ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ വഴികളും ദൈവത്തിൻ്റെ വിചാരങ്ങളും നമ്മുടെ വിചാരങ്ങളായി നമ്മുടെ വഴികളായി ആയിപ്പോയി ആകുന്നത്. അങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ മനസ്സാണ്. വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. ഞങ്ങളുടെ ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റാണ്. പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ബി ടു ഗോഡ്സ് ഹോളി നെയിം. ഈ ലോകത്തിലെ മനുഷ്യർ ചിന്തിക്കുന്നത് പോലെ അല്ല ഞങ്ങൾ ചിന്തിക്കുന്നത്. അവരുടെ വികാരങ്ങൾ വികാരങ്ങളെ അല്ല. പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ബി ടു ഗോഡ്സ് ഹോളി നെയിം. ആമേൻ, പ്രൈസ് ഗോഡ്. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരെ കാണുമ്പോൾ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അക്ഷരാർത്ഥത്തിൽ ആമേൻ അവരെ സഹോദരിമാരായിട്ടല്ല കാണുന്നത്, അവരുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെയാണ് കാണുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ മനസ്സ് അങ്ങനെയുള്ള ഒരു മനസ്സാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു മനസ്സ് തരുമാറാകട്ടെ. പ്രൈസ് ബി ടു ഗോഡ്സ് ഹോളി നെയിം. 3 വിഷയങ്ങൾ പറഞ്ഞ് ഞാൻ ഫിനിഷ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. A call to repentance, a call to revival, a call to reconciliation. വീണ്ടും പറയാം. A call to repentance, a call to revival, a call to reconciliation. 3 ചിന്തകൾ നമുക്ക് ഈ അധ്യായത്തിൽ, ആമേൻ, പ്രൈസ് ഗോഡ്, ഓസിയാവിൻ്റെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ, ആമേൻ, പ്രൈസ് ഗോഡ്, നമുക്ക് ധ്യാനിക്കുവാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ. Praise the Lord. Glory be to God's holy name. A call to repentance. രക്ഷിക്കപ്പെട്ട നമുക്ക് എന്തിനാ മാനസാന്തരം? ആമേൻ, പ്രൈസ് ഗോഡ്. ദൈവസന്നിധിയിൽ വരുന്ന എല്ലാവരും, എല്ലാ ദൈവമക്കളും ആത്മനിറവ് പ്രാപിച്ച് ജയാളികളായി ജീവിക്കുന്നവർ പോലും ചെയ്യേണ്ട ഒരു കാര്യം മാനസാന്തരപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഓരോ ദിവസം വരുമ്പോൾ. കാരണം ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഡെയിലി എന്തിനാ കുളിക്കുന്നത്? ഡെയിലി എന്തിനാ ഷേവ് ചെയ്യുന്നത്? ഡെയിലി എന്തിനാ പഴുത്തേക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം സത്യാവസ്ഥ എന്താ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഡെയിലി രാവിലെയും ബ്രഷ് ചെയ്യുന്നു, ഈവനിങ്ങും ബ്രഷ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ മാനസാന്തരം എത്ര അധികം ഇമ്പോർട്ടൻ്റ് ആണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ശ്വാസം പ്രാപിച്ച ഞാൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ആമേൻ, പ്രൈസ് ഗോഡ്, ആമേൻ, പ്രൈസ് ഗോഡ്, ദൈവത്തിൻ്റെ ലോകത്തിൻ്റെ വിചാരങ്ങളും വഴികളും വികാരങ്ങളും എൻ്റെ ഉള്ളിൽ വന്ന് എന്നെ കരപ്പെടുത്തുമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ദൈവം പറയുന്നു, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു വിഷയം മാനസാന്തരമാണ്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ പുരോഹിതന്മാർ അകത്ത് കയറുമ്പോൾ, വിശുദ്ധ സ്ഥലത്ത് കയറുമ്പോൾ വെൺകൽ തൊട്ടിയുണ്ട്. അവിടെ വെൺകൽ തൊട്ടി നിറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം വെച്ച് അവരുടെ കൈകളും കാലുകളും കഴുകണം. അകത്ത് കയറുമ്പോൾ. പുറത്ത് വരുമ്പോഴും യാഗത്തിലേക്ക് വരുന്നു. അതുകൊണ്ടാണ് അവർ പുറത്ത് വരുന്നത്. അവർ പുറത്ത് വരുമ്പോഴും അവർ വെൺകൽ തൊട്ടിയിൽ വീണ്ടും കൈയും കാലും കഴുകണം. കഴുകിയിട്ടേ വീട്ടിലേക്ക് മടങ്ങി പോകാവൂ, അല്ലെങ്കിൽ യാഗപീഠത്തിലേക്ക് വരാം. തിരിച്ചു ഉള്ള കയറണമെങ്കിൽ വെൺകൽ തൊട്ടിയിൽ തിരിച്ചു വീണ്ടും കൈയും കാലും കഴുകണം. ഒരു ദിവസം എത്ര പ്രാവശ്യം കഴുകും? എത്ര പ്രാവശ്യം അകത്ത് കയറുന്നുണ്ടോ അത്ര പ്രാവശ്യം കഴുകും. എത്ര പ്രാവശ്യം പുറത്ത് വരുന്നുണ്ടോ അത്ര പ്രാവശ്യം കഴുകണം. അങ്ങനെയാണെങ്കിൽ മാനസാന്തരം ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാ സമയത്തും അവൻ നമുക്ക് ഉണ്ടായിരിക്കുമെന്ന് ആ ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ബി ടു ഗോഡ്. എ കോൾ ടു റിപ്പന്റൻസ്. ദൈവം എന്താ പറയുന്നത്? ആമേൻ, പ്രൈസ് ഗോഡ്. വായിക്കാം 2-ാമത്തെ വാക്യം, ഹോസിയ 14:2. പ്രൈസ് ഗോഡ്. ദൈവത്തോട് മടങ്ങി വരണമെങ്കിൽ, ആമേൻ, പ്രൈസ് ഗോഡ്, നമ്മുടെ വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആമേൻ, ടേക്ക് വിത്ത് യു ദ വേർഡ്സ് ആൻഡ് റിട്ടേൺ ടു മീ. ടേൺ ടു മീ. ദൈവത്തോട് തിരിയണമെങ്കിൽ നമ്മുടെ വേർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദൈവസന്നിധിയിൽ. കാരണം അവൻ്റെ വാക്കുകൾ മുഖാന്തരമാണ് നമ്മോട് ഉടൻപടി സ്ഥാപിച്ചത്. അവൻ്റെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ അവൻ 2 പലക, 2 ടാബ്ലറ്റ്സ് ഉണ്ട്. അവൻ മോശയുടെ കയ്യിൽ 2 കற்பല ഉണ്ടായിരുന്നത് പോലെ നമ്മുടെ കയ്യിലും 2 പലകയുണ്ട്. ഒന്ന് മനസ്സ്, 2-ാമത്തെ ഹൃദയം. ആ 2ത്തിലും ദൈവത്തിൻ്റെ വചനം എഴുതണം. അപ്പോൾ ഈ വചനം വെച്ചാണ് ദൈവം നമ്മോട് ഉടൻപടിക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഉടൻപടി പുതുപ്പിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ ദൈവസന്നിധിയിൽ വളരെ പ്രാധാന്യം വഹിക്കുന്നു.
കാരണം നമ്മുടെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വചനത്തിന് വളരെ വാക്കുകൾക്ക് വളരെ പ്രാധാന്യം കുറിക്കുന്നത് കൊണ്ട് നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ വാക്കുകൾ വളരെ പ്രാധാന്യം വയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടേക്ക് വിത്ത് യു വേർഡ്സ്. എൻ്റെ വാക്കുകൾ ആമേൻ മാനസാന്തരത്തിൻ്റെ വാക്കുകളാണ്. ദൈവമേ, അപ്പാ, ഞാൻ തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്കുമാറാകണമേ, എന്നെ കഴുകുമാറാകണമേ എന്ന് ആമേൻ യാഥാർത്ഥമായി ദൈവസന്നിധിയിൽ കരയുന്ന ഒരു വ്യക്തി, മാനസാന്തരപ്പെട്ട് വരുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും ദൈവസന്നിധിയിൽ ഒരു അടുപ്പമുണ്ട്. പ്രൈസ് ബി ടു ഗോഡ്സ് ഹോളി നെയിം. വായിക്കാം. ആമേൻ. പ്രൈസ് ഗോഡ്. എബ്രായർ 6-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വചനം. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വചനം. ശരണത്തിനായി ഓടി വന്ന് നമുക്ക് അവൻ്റെ മുഖാന്തരം ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കുന്നു. ഈ ശരണത്തിനായി ഓടി വന്ന ഉദാഹരണം പറയാം, എന്നോട് തെറ്റിദ്ധരിക്കരുത്. പ്രൈസ് ഗോഡ്. ഒഫീലിയ കുഞ്ഞ് ബർത്ത് പാരൻസ് വിട്ട് കോർട്ട് അവളെ മാറ്റി. അവിടെ ഫോസ്റ്റർ കാരേഴ്സ് ഇനി കുഞ്ഞിനെ എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ച് അവർക്ക് പ്രായമായി അവർ ജോലിയിലേക്ക് മടങ്ങിപ്പോയി. അവളിപ്പോൾ ശരണത്തിനായി ഓടി വന്നു. തിരിച്ചു ഓടിപ്പോകാൻ അവൾക്ക് ഫോസ്റ്റർ കെയറും ഇല്ല, ബർത്ത് പാരൻസും ഇല്ല, ആരുമില്ലാത്ത ഒരവസ്ഥയാണ്. ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾ നോക്കും, അവളെ പൊണ്ണുപോലെ നോക്കും, സ്വന്തം മക്കളെ പോലെ. അവൻ ഞങ്ങളെ ഉദരത്തിൽ വളർന്ന് ജനിച്ച ഒരു കുഞ്ഞിനെ പോലെ അവളെ നോക്കും എന്ന് ഹല്ലേലൂയ അവൾ മനസ്സിലാക്കിയിട്ടാണ് ഓടി വന്ന് ഡാഡി എന്ന് പറയുന്നത്. ആമേൻ. കെട്ടിപ്പിടിച്ച് മകളെ, അമ്മേനെ എൻ്റെ സ്വന്തം മകളായിട്ട് ഞാൻ എന്നെ സ്വീകരിക്കുന്നു. പ്രൈസ് ഗോഡ്. നിങ്ങളും ഞാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ ശരണത്തിനായി ഓടി വന്നു. നമ്മുടെ അപ്പനും അമ്മയും ലോകത്തിലെ അപ്പനും അമ്മയും ഒരിക്കൽ മാറ്റപ്പെടും. ഈ ലോകത്തിലെ ബന്ധുക്കൾ എല്ലാം മാറ്റപ്പെടും. മാറ്റമില്ലാത്ത ഒരു സ്നേഹം, ഒരു ബന്ധമുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വർഗത്തിൽ ദൈവത്തോട് മാത്രമാണ്. അതുകൊണ്ടാണോ അവിടെ മടങ്ങി വരുമ്പോൾ ശരണത്തിനായി ഓടി വരുന്നത്. ഞങ്ങൾക്ക് ആരുമില്ലപ്പാ, ഞങ്ങൾക്ക് ആരുമില്ല, എല്ലാവരും ഞങ്ങൾ കൈവിട്ടു, എല്ലാവരും ഞങ്ങൾ ഉപേക്ഷിച്ചു, ഞങ്ങൾക്ക് ദൈവം മാത്രമേ ഉള്ളൂ. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെ ശരണത്തിനായി ഓടി വന്ന് നമുക്ക് ശക്തമായ പ്രബോധനം നൽകി. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഗ്ലോറി ബി ടു ഗോഡ്സ് ഹോളി നെയിം. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്താണ് സന്തോഷം? എന്താണ് എൻ്റെ ജീവിതത്തിൽ സന്തോഷം? ആമേൻ. പ്രൈസ് ഗോഡ്. യഹോവയിൽ സന്തോഷിപ്പത് എൻ്റെ ബലനായിരിക്കുന്നു. The joy of the Lord is my strength. ആമേൻ. പ്രൈസ് ഗോഡ്. Glory be to God's holy name. വായിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുന്ന ഒരു രണ്ടാമത്തെ കാര്യം ചെയ്യുന്ന മാനസാന്തരപ്പെടുമ്പോൾ രണ്ടാമത്തെ കാര്യം യെരേമിയ 3-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. Jeremiah chapter 3 verse 13. സമ്മതിക്കുക മാത്രം ചെയ്യുക. വൺലി അക്നോളജ്. ഇംഗ്ലീഷിൽ വളരെ മനോഹരമായിരിക്കും, തമിഴിൽ ബ്യൂട്ടിഫുൾ ആണ്. ഒത്തുക്കൊൾ. ആമേൻ. ഇംഗ്ലീഷ് വേർഡ് വൺലി അക്നോളജ്. സമ്മതിക്കുക. തെറ്റ് ദൈവമേ, ഞാൻ ചിന്തിച്ചത് തെറ്റ്, ഞാൻ കണ്ടത് തെറ്റ്, ഞാൻ നോക്കിയത് തെറ്റ്, ഞാൻ കേട്ടത് തെറ്റ്, ഞാൻ കൈവച്ച് തൊട്ടത് തെറ്റ്. പ്രൈസ് ഗോഡ്. ഞാൻ പോയത് തെറ്റായി പോയി, ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി, ഞാൻ അങ്ങനെ പറയരുതായിരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആമേൻ സമ്മതിച്ച് കൊടുക്കുന്ന ഒരു വ്യക്തി എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു കാര്യം ഓർക്കണം, ദൈവം നമ്മളെ രക്ഷയുടെ സന്തോഷത്തിലേക്ക് യഥാസ്ഥാനപ്പെടുത്തും. പ്രൈസ് ഗോഡ്. പണ്ട് ഉണ്ടായിരുന്ന സന്തോഷത്തെക്കാൾ വീര്യം കൂടും. ആമേൻ. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ പുതുവീഞ്ഞു കുടിച്ചവരെ പോലെ ഹല്ലേലൂയ ഉല്ലസിപ്പാൻ ഹല്ലേലൂയ വകയുണ്ടാകും. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആര് സ്തുതിച്ചാലും സ്തുതിച്ചില്ലെങ്കിലും ഞാൻ സ്തുതിക്കും, ഞാൻ യഹോവയെ ഉയർത്തും, ഞാൻ യഹോവയെ പാടും, ഹല്ലേലൂയ ഉയർത്തും. ഞാൻ ഈ സമയത്ത് പ്രൈസ് ഗോഡ് ഒരു ഉദാഹരണം പറയുവാൻ ആഗ്രഹിക്കുന്ന
പ്രസ് റിപ്പോർട്ടർ ഒരിക്കൽ റെയ്നഡ് ബോങ്കയോട് ചോദിച്ചു എന്തിനാ ഹല്ലേലൂയ ഇങ്ങനെ കാറുന്നത്? ഹല്ലേലൂയ പറഞ്ഞ് ഭയങ്കരമായിട്ട് കാറും പുള്ളി. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ മില്യൺസ് കണക്കിൽ ആൾക്കാർ, ആഫ്രിക്കൻസ് എല്ലാവരും വേവ്സ് ആയിട്ട് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിന് ഹല്ലേലൂയ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർ എത്ര പേരുണ്ട്? എത്രയോ അറിയുമോ? പ്രൈസ് ഗോഡ്. ബോങ്കയുടെ ഹല്ലേലൂയ പവർഫുൾ ഹല്ലേലൂയ 1990s കൺവെൻഷൻ, മദ്രാസ് നടന്ന കൺവെൻഷനിൽ ഹല്ലേലൂയ ക്യാപ്പ് ഇട്ടിട്ട് ഞാൻ മേടിച്ചത് ഓർക്കുന്നുണ്ട്. ബോങ്കെ ഈസ് നോൺ ഫോർ ഹിസ് ഹല്ലേലൂയ. ആ പ്രസ് റിപ്പോർട്ടർ ചോദിച്ചു എന്തിനാ ഇങ്ങനെ കാരണേ ഷൗട്ട് ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, താമസിക്കാതെ മറുപടി പറഞ്ഞു, എൻ്റെ ആരോഗ്യമുള്ള ട്രക്കിയൽ കോഡ്, പ്രൈസ് ഗോഡ്, എൻ്റെ ആരോഗ്യമുള്ള എൻ്റെ വെസൽസ് എല്ലാം, ബ്ലഡ് വെസൽസ് എല്ലാം പുഴുക്കൾ തിന്നാൻ പോകുന്ന ഒരു കാലമുണ്ട്. ഞാൻ ഭൂമിയിൽ അടക്കം ചെയ്യപ്പെടുമ്പോൾ അവൻ പുഴുക്കൾ തിന്നുന്ന ഒരു കാലമുണ്ട്. അതിന് വേസ്റ്റ് എൻ്റെ ബെസ്റ്റ് ഞാൻ കൊടുക്കത്തില്ല. എൻ്റെ ആരോഗ്യം മുഴുവൻ യേശുവിനാണ്. ആമേൻ, പ്രൈസ് ഗോഡ്. പുഴുക്കൾക്ക് എൻ്റെ വേസ്റ്റ് മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ ബെസ്റ്റ് കൊടുക്കുന്നവർക്ക്, ആരോഗ്യം കൊടുക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഗ്ലോറി ടു ഗോഡ് ജീസസ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ഉൽപ്പത്തി 5-ാമത്തെ അധ്യായത്തിൽ ദൈവം പറയുന്നു, അഞ്ചാമത്തെ വചനം, 14-ാമത്തെ ഓസിയ 14-ാമത്തെ അധ്യായം, അതിന് 5-ാമത്തെ വാക്യം വായിക്കാം. ഫസ്റ്റ് ഭാഗം മാത്രം വായിക്കാം. അത് മലയാളത്തിൽ വായിക്കാമോ? ഞാൻ യഹോവ മഞ്ഞ് പോലെ ഇരിക്കും. ഞാൻ മതി സിസ്റ്റർ. ഇസ്രായേലിന് ഞാൻ മഞ്ഞ് പോലെ ഇരിക്കും. ഈ മഞ്ഞിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? വായിക്കാം. ഉൽപ്പത്തി 27-28. God give you the dew of heaven. എഴുതിയിട്ടുണ്ടോ അവിടെ? അത് കഴിഞ്ഞാണ് ഫാറ്റ്നെസ് ഓഫ് ദി എർത്ത്. ഓർഡർ എങ്ങനെയാണ്? ഹെവനിൽ നിന്ന് വരുന്ന ബ്ലെസ്സിങ് ആദ്യം തന്നു, പിന്നെ ഭൂമിയിലുള്ള ഫാറ്റ്നെസ് ഓഫ് ദി എർത്ത്. എന്നാൽ ദൈവം അത് എത്രമാത്രം പ്രാധാന്യം വയ്ക്കുന്നു നോക്കിയോ. പ്രൈസ് ഗോഡ്. വായിക്കാം 37-ാമത്തെ വചനം. 37 സോറി. എനിക്ക് എന്താ ചെയ്യാൻ പറ്റൂ? ഐ ഹാവ് മെയ്ഡ് ഹിം ലോർഡ്. എവിടെയാണ് ലോർഡിനെ ആക്കിയതെന്ന് അറിയാമോ? പ്രൈസ് ഗോഡ്. സ്വർഗത്തിൽ നിന്ന് മഞ്ഞും ഭൂമിയിൽ നിന്ന്, ആമേൻ, പ്രൈസ് ഗോഡ്, ദ ഫാറ്റ്നെസ് ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞപ്പോൾ, ഡ്യൂ ഓഫ് ഹെവൻ എന്ന് പറഞ്ഞപ്പോൾ, ഗോഡ് മെയ്ഡ് ഹിം എ ലോർഡ് ഓവർ ഹിം. ദൈവം അവനെ കർത്താവായിട്ട് മാറ്റി. എന്നാൽ പ്രൈസ് ഗോഡ് വായിക്കാം 39-ാമത്തെ വാക്യം. റിവേഴ്സ് ഓർഡറായി. യേശുവിനെ അനുഗ്രഹിച്ചപ്പോൾ ഇസഹാക്ക് എങ്ങനെ അനുഗ്രഹിച്ചു? ദ ഫാറ്റ്നെസ് ഓഫ് ദി എർത്ത് ആൻഡ് ദെൻ ദ ഡ്യൂ ഓഫ് ഹെവൻ. റിവേഴ്സായി. പ്രൈസ് ഗോഡ്. അപ്പം ആദ്യം ഭൗതിക നന്മ, പിന്നെ ആത്മീക നന്മ തന്ന് അമേൻ യാക്കോബിനെ അവനെ ലോർഡായിട്ട് ദൈവം മാറ്റി. ദാറ്റ് ഈസ് ദ ഡ്യൂ ഓഫ് ഹെവൻ. വെൻ ഗോഡ് ഗിവ്സ് എ ഡ്യൂ ഓഫ് ഹെവൻ ആൻഡ് ടു യു, that means ദൈവം നിങ്ങളെ ഔദാര്യമായി സ്നേഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു, മാനസാന്തരപ്പെട്ട് വന്നു, ദൈവം ക്ഷമിച്ചു എന്നുള്ള വ്യക്തികൾ അടയാളമാണ് the dew of heaven coming down upon them. So we all need a dew of heaven when we leave this place here. Hallelujah. ഈ ആത്മീയ അനുഗ്രഹം എന്തുമാത്രം അനുഗ്രഹം വിശേഷത എന്ന് വെച്ചാൽ, 3-ാമത്തെ യോഹന്നാനിൽ പറയുന്നു 2-ാമത്തെ വാക്യത്തിൽ, പ്രിയരെ, നിങ്ങളുടെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നിങ്ങൾ എല്ലാറ്റിലെയും ശുഭമായും സൗഖ്യമായും ഇരിക്കേണ്ടത് നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവറ്റിലെയും ശുഭമായി സൗഖ്യമായിരിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം. എന്താ?
ആത്മാവ് ശുഭമായിരിക്കുന്നു. Your soul has to be satisfied. That is the spiritual blessing which God used for you and me. Praise God. അഞ്ചാമത്തെ വാക്യത്തിൻ്റെ ഓസിയ 14 അധ്യായം. പ്രൈസ് ഗോഡ്. അഞ്ചാമത്തെ വാക്യമാണ്. Praise God. He shall grow up as a lily. ലില്ലി കണ്ടവർ എത്ര പേരുണ്ട്? പ്രൈസ് ഗോഡ്. ലില്ലി ചെടി ഉണ്ടെങ്കിൽ ലില്ലി വന്നാൽ നമുക്കൊരു കാര്യം അറിയാം, സ്പ്രിംഗ് വരുന്ന സമയമായി. എത്ര തണുപ്പാണെങ്കിൽ എത്ര മഞ്ഞാണെങ്കിലും ലില്ലി കാണുമ്പോൾ സന്തോഷം, സ്പ്രിംഗ് വരാൻ പോകുന്നു. ഡാഫഡിൽസ് വരും, തീർച്ചയായിട്ടും വരും. ആമേൻ. പ്രൈസ് ഗോഡ്. ഹയാസിൻസ് എല്ലാം വളരെ പൂത്ത് കുലുങ്ങാൻ പോകുന്ന സമയമാണ്. ഹല്ലേലൂയ. സ്പ്രിംഗ് വരാൻ സമയമായി. ആമേൻ. പ്രൈസ് ഗോഡ്. എ ന്യൂ ബിഗിനിങ് വിൽ ഹാപ്പൻ when there is a lily in your life. Praise God. Hallelujah. And he will shoot forth as roots of Lebanon. Lebanon, Paul roots, they will shoot roots as Lebanon. Amen. Praise God. Glory be to God's holy name. Ezekiel Pustakam. Amen. Praise God. Vannate, please. The book of Ezekiel. മുപ്പത്തി 36 അതിൻ്റെ 8ഉം 9ഉം വാക്യം. ഇസ്രായേലിന്റെ മലകളെ നോക്കി ദൈവം പറയുന്നു, ശൂന്യമായി ഇരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ ദൈവം പറയുന്നു, നിങ്ങൾ ഹല്ലേലൂയ വേരുകൾ ഹല്ലേലൂയ പടർന്ന് ഒരു വലിയ മരമായിട്ട് മാറാൻ പോകുന്നു. I mean, you are going to shoot out branches. Praise God. ഞാൻ പ്രവചന ആത്മാവിൽ എടുത്തു. ആമേൻ. പ്രൈസ് ഗോഡ്. ഞാൻ പ്രവചനമായിട്ട് എടുത്തു. ആ വാക്യം വായിച്ചപ്പോൾ ദൈവം ഹല്ലേലൂയ ബ്രാഞ്ചസ് തരാൻ പോകുന്നു. നമ്മുടെ മിനിസ്ട്രിയിൽ ഒത്തിരി ഹല്ലേലൂയ വർക്കേഴ്സിന് ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ആമേൻ. പ്രൈസ് ഗോഡ്. സഹോദരന്മാരുടെയിൽ ഒത്തിരി വർക്കേഴ്സ് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു ദൈവം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഈ മീഡിയയുടെ പുറയിൽ, സ്റ്റേജിൽ, ഡെസ്കിൽ പുറയിൽ ഇരിക്കുന്നവരെ ദൈവം ശക്തമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. മാനമുള്ള ഒരു പാത്രമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ മാറാൻ പോകുന്നു. പ്രൈസ് ഗോഡ്. എങ്ങനെ തോന്നുന്നറിയോ? ആമേൻ. പ്രൈസ് ഗോഡ്. ഇങ്ങനെയുള്ള വ്യക്തിയെ ഇങ്ങനെയാണോ കൊണ്ടുവരുന്നത്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് തോന്നും. അവിടെ ഇരിക്കേണ്ടത് അവർ ഇവിടെ കൊണ്ടുവന്നത് എന്തിനാ എന്ന് ചോദിക്കുവാൻ തക്കവണ്ണം മനുഷ്യരുടെ ദൃഷ്ടിയിൽ അവൻ പോഷിത്വമായി തോന്നിയവർ അവൻ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായി വൻകാര്യമായി തോന്നിക്കുന്ന ഒരു കാലം വരുന്നുണ്ട്. 9-ാമത്തെ അധ്യായം മലയാളത്തിൽ വായിക്കാമോ? എസെക്കിയേൽ 36:9. അത് ഒരു ബ്യൂട്ടിഫുൾ ഫ്രേസ് ബൈബിളിൽ ഞാൻ അണ്ടർലൈൻ ചെയ്ത് ഇംഗ്ലീഷിൽ, ഐ ആം ഫോർ യു. ഐ ആം ഫോർ യു. പ്രൊഫസിയായിട്ട് ദൈവം സംസാരിക്കുന്ന ഒരു വാക്യമാണ്. പ്രൈസ് ഗോഡ്. യു കൻ ടേക്ക് ഇറ്റ് ഹോം വിത്ത് യു. വെൻ യു ഗോ ഫ്രം ഹിയർ, ഐ ആം ഫോർ യു, ഗോഡ് സേസ്. ഹല്ലേലൂയ. Glory be to God's holy name. I am for you. In all the midst of the closed emptiness and barrenness and dryness, I am for you. ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നിനക്ക് പ്രവാചകന്മാർ ആവശ്യമില്ല, പ്രവചനങ്ങൾ ആവശ്യമില്ല. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. Glory be to God's holy name. അങ്ങനെ ഒരു മടങ്ങി വരവാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തോട് യഥാർത്ഥമായി ഹല്ലേലൂയ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നപ്പോൾ ആമേൻ ദൈവം ചെയ്യുന്ന കാര്യം രക്ഷയുടെ സന്തോഷം തിരികെ തന്ന് മനസ്സൊരുക്കത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് എന്നെ താങ്ങുന്നു. He restores me the joy of salvation and upholds me with a free spirit. ഇംഗ്ലീഷിൽ ഫ്രീ സ്പിരിറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്പിരിറ്റ് ഓഫ് എന്തൂസിയാസം. അതെങ്ങനെയാണ് സ്പിരിറ്റ് ഓഫ് എന്തൂസിയാസമോട് ഇരിക്കുന്നത്? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു പാസ്റ്റർ പറഞ്ഞതാണ്. പ്രൈസ് ഗോഡ്. ആ പാസ്റ്റർ ചർച്ചിലെ നാട്ടിലെ ഫാനുണ്ട്. അപ്പോൾ ആ പാസ്റ്റർ ആ ഫാനിൻ്റെ അടുത്ത് ബൈബിളിൽ വെച്ചിട്ട്, പാസ്റ്റർ മോണ പാസ്റ്റർ ഇപ്പോൾ വലിയ പാസ്റ്ററായി, ഇപ്പോൾ ബൈബിളിൽ വെച്ചിട്ട് പുറത്ത് പോയിട്ട് ക്ലീൻ ചെയ്തിട്ട് തൂത്തുമായിട്ട് വന്ന് നോക്കുമ്പോൾ വേറൊരു ബിലീവർ അവിടെ ഇരിക്കുന്നു, ബൈബിൾ മാറ്റി വെച്ചിട്ട്. ആ ബിലീവർ തന്നെ ഇരുന്നു കുറച്ച് നേരം. ആരാധന തുടങ്ങിയപ്പോൾ ഈ ബിലീവർ ഉറങ്ങാൻ പോയി. ഫാൻ അടിയിൽ അണ്ടറിൽ നിന്ന് ഉറങ്ങി. പ്രൈസ് ഗോഡ്. ഈ പാസ്റ്റർ എന്താ ചെയ്തറിയോ? ഹല്ലേലൂയ എന്ന് പറഞ്ഞ് തെഞ്ഞു പെട്ടെന്ന് തെഞ്ഞ് കൈകൊട്ടി ആരംഭിച്ചു.
എഴുന്നേൽപ്പിച്ച് വിടാൻ വേണ്ടി. കാരണം പ്രൈസ് ഗോഡ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും ഉത്സാഹമായിട്ട് ഇരിക്കാൻ ഒരു വ്യക്തി എപ്പോഴും ആവശ്യമാണ്. ഉറക്കം വരും, ക്ഷീണം വരും, എല്ലാം മാറ്റിവിട്ടിട്ട് ദൈവസന്നിധിയിൽ മനസ്സൊരുക്കത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് താങ്ങുവാൻ നമ്മളെ സമ്മതിച്ചു കൊടുക്കണം. Hallelujah. Hallelujah. Praise be to God's holy name. Now, a call to revival. Praise God. ദൈവം നിങ്ങളെയും എന്നെയും ഒരു call to revival വിളിക്കുന്നു. Praise God. കോൺഫറൻസ് വരാൻ പോകുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എല്ലാവരും തിരക്ക് പിടിച്ച് ഓടി നടന്ന് വേല ചെയ്യുമ്പോൾ പ്രൈസ് ഗോഡ്, ദൈവവചനം കേൾക്കാൻ മറക്കരുത്. ദൈവദാസൻ നാട്ടിലാണ് വരുന്നത്. സുഭാഷ് കുമരകോപത്തെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നു. പ്രൈസ് ഗോഡ്, ദൈവം നമ്മോട് സംസാരിക്കുന്ന വചനങ്ങൾ ഓരോരുത്തരും മിസ് ചെയ്യാൻ പാടില്ല. എല്ലാവരും ശ്രദ്ധ വെച്ച് കേൾക്കണം. കാരണം ദൈവത്തിൻ്റെ വചന മുഖാന്തരം നമ്മൾ അനുഗ്രഹിക്കാൻ പെടാൻ പോകുന്നു. ആമേൻ. A call to revival. വായിക്കാം. ഓസിയ പുസ്തകം അതിൻ്റെ 14-ാമത്തെ അധ്യായം, അതിലെ 6-7 വാക്യങ്ങൾ. Glory be to God's holy name. ഇത് കോൾ ഫോർ റിവൈവൽ ആണ്. ഇന്നലെ ഒരു സഹോദരൻ എന്നോട് പറയുന്നു, എന്നെ ജോൺസൺ ഇപ്പോൾ വിളിക്കാറേ ഇല്ല, ജോൺസൻ്റെ ബന്ധമേ ഇല്ല, ഞാൻ ഒത്തിരി നഷ്ടപ്പെട്ടു പോയി, ഒത്തിരി ഗ്യാപ്പായി പോയി. അവർക്ക് അറിയത്തില്ല, ഐ വാസ് ലോസ്റ്റ് ഫ്രം മാൻ ബട്ട് ഐ വാസ് ഫൗണ്ട് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ബി ടു ഗോഡ്സ് ഹോളി നെയിം. ഞാൻ അവിടെ ഇരിക്കുന്ന ഡാർലിംഗ്ടണിലുള്ള ആൾക്കാരോട് ബന്ധം സ്ഥാപിക്കാത്ത കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ വിഷയത്തിൽ ഞാൻ വളരെ ബിസി ആയിട്ട് മാറിക്കഴിഞ്ഞത് അവരറിഞ്ഞില്ല. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഞാൻ ബിസി ആയിട്ട് പോകുന്നു എന്ന്. എനിക്ക് സമയമില്ല, അവർ നടത്തുന്ന പരിപാടിക്ക് പോകാൻ സമയമില്ല. ഇഷ്ടംപോലെ പരിപാടികളുണ്ട് മലയാളികളുടെ മധ്യത്തിൽ. ഒരു പരിപാടിക്ക് പോകാൻ സമയമില്ല. കാരണം ഐ എം ബിസി വിത്ത് ഗോഡ്സ് വർക്ക്. പ്രൈസ് ദി ലോർഡ്. Glory be to God's holy name. So, a call for revival is a place where God will make you as branches will spread forth. The work of God will be established in your hands, and branches will come out of you. You will be asked to go and pray. You will be asked to go and baptize people from different parts of the region. Praise God. അവിടെ ഇരിക്കുന്ന പാസ്റ്റർമാരെ പരിചയപ്പെടുത്തി അവർ സ്ഥാനപ്പെടാൻ വേണ്ടി വിടരുത്. സ്ഥാനപ്പെടാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ തന്നെ പോയിട്ട് അവരെ സ്ഥാനപ്പെടുത്തണം. വെള്ളത്തിലിറക്കി അങ്ങനെയുള്ള ദേവദാസന്മാരെ സഹോദരിമാരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അവരെ പ്രാർത്ഥിച്ച് അവരെ സഭയിൽ കൊണ്ടുപോയി ചേർക്കുക. എന്നാൽ ഹല്ലേലൂയ, അവർ സ്നാനപ്പെടുത്തുന്നത് നിങ്ങളായിരിക്കണം. നിങ്ങളുടെ കൈക്ക് അങ്ങനെ ശിഷ്യന്മാരെ ഉരുവാക്കുന്നത്. അവർ ചിലപ്പോൾ NCFI സഭയുടെ അംഗമായിട്ട് ഇല്ലാതിരിക്കാം, അവർ എവിടെയോ ആയിരിക്കാം. പക്ഷേ അവരെ സ്നാനപ്പെടുത്തേണ്ടത് നിങ്ങളാണ്. അവരെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന് അവരെ സ്നാനപ്പെടുത്തുന്നത് നിങ്ങളായിരിക്കണം. പാസ്റ്റ് വരാൻ വേണ്ടി കാത്തിരിക്കരുത്, നിങ്ങൾ തന്നെ സ്നാനപ്പെടുത്തണം. ഗ്ലോറി ബി ടു ഗോഡ്. അങ്ങനെയുള്ള ദർശനമുള്ളവർ ദൈവ മക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ബി ടു ഗോഡ്സ് ഹോളി നെയിം. ഏഴാമത്തെ വാക്യം പറയുന്നു, they shall revive as the corn. What is the corn? Wine. Praise God. ദൈവം corn കൊണ്ട് വൈൻ കൊണ്ട് യാക്കോബിനെ അനുഗ്രഹിച്ചു ഇസഹാക്ക് മുഖാന്തരം. എന്താണ് corn? ഇസ്രായേൽ ജനം യോർദാൻ കടന്ന് പ്രൈസ് ഗോഡ് ഈ സൈഡിലേക്ക് വന്നപ്പോൾ, കടലിലേക്ക് വന്നപ്പോൾ മണ്ണ നിന്നുപോയി. അവർ കഴിച്ചത് പാസ്റ്റ് corn ആണ്. പ്രൈസ് ഗോഡ്. മണ്ണ മാത്രം കഴിച്ചുകൊണ്ടിരുന്നവർക്ക് പാസ്റ്റ് കോൺ കിട്ടി. That is, corn means new revelation. Wine means new anointing. You need a new anointing for a new dimension in your ministry. Praise the Lord. പഴയ വീഞ്ഞ് പോരാ, പുതിയ വീഞ്ഞ് വേണം. Praise God. ദൈവത്തിൻ്റെ സന്നിധിയിൽ പുതിയ അഭിഷേകമുണ്ട്. Praise God. ഞാൻ ഇനി ട്രെയിനിൽ വരുമ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു വിഷയം, പ്രൈസ് ഗോഡ്, ദൈവമേ എനിക്ക് പുതിയ ഭാഷകൾ സംസാരിക്കുവാൻ ആഗ്രഹമുണ്ട്. എൻ്റെ ആവൽ തീർക്കണമേ. പ്രൈസ് ഗോഡ്. എൻ്റെ ആഗ്രഹം തീർക്കണമേ. പ്രൈസ് ഗോഡ്. ഇതുവരെ എൻ്റെ അധരങ്ങൾ കൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലാത്ത ഒരു സ്വർഗീയ ഭാഷ, പുതിയ ഭാഷ ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ആഗ്രഹം അതാണ്. മാൽ നീർ തോടിനായി
ദാഹിച്ച് കാംക്ഷിക്കുന്നപ്പോൾ എൻ്റെ ആത്മാവ് അങ്ങേക്കായി കാംക്ഷിക്കുന്നു. Praise be to God's holy name. A call for revival. ഒരു പുതുവീഞ്ഞ് എനിക്ക് വേണം. 1 കൊരിന്ത്യർ 2-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം നമ്മൾ വായിച്ചത് മൈൻഡ് ഓഫ് ക്രൈസ്റ്റിനെ കുറിച്ച് വായിക്കാം ഒന്നുകൂടെ. പ്രൈസ് ഗോഡ്. അവിടെ പറയുന്ന who can instruct, that he may instruct him. So ഇൻസ്ട്രക്ഷൻ എപ്പോഴാണ് വരുന്നത്? രണ്ടാമത്തെ ഒരവസ്ഥ. ആദ്യം ഒരവസ്ഥ മാനസാന്തരപ്പെടുന്ന അവസ്ഥയിൽ വാക്കുകളാണ് ദൈവത്തിൻ്റെ സന്ധിയിൽ വിലയേറിയ വിഷയമാണെങ്കിൽ, രണ്ടാമത്തെ അനുഭവത്തിൽ ഇൻസ്ട്രക്ഷനാണ്, ഉപദേശമാണ്. ആമേൻ, പ്രൈസ് ഗോഡ്, വിഷയം. ആമേൻ, പ്രൈസ് ഗോഡ്. ദൈവം ആഗ്രഹിക്കുന്നത് ഒരു വാക്കുകളെക്കാൾ അധികം ഞാൻ ഇതിൽ പ്രതീക്ഷിക്കുന്നു. അത് നീ വിശ്വസിക്കുന്ന, നീ അനുഗമിക്കുന്ന ഒരു വിശ്വാസം. ആ വിശ്വാസത്തിനായി നല്ല പോർ പൊരുതണം, ആ വിശ്വാസത്തിനായി ഓട്ടം തികയ്ക്കണം, ആ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കണം. എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കുന്ന ഒരുണ്ട്, അത് നീതിയുടെ ക്രീഡമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വയ്ക്കുന്നവർ. പ്രൈസ് ബി ടു ഗോഡ്സ് ഹോളി നെയിം. എന്ത് പ്രതീക്ഷിത? കർത്താവ് യേശു ക്രിസ്തു സ്വർഗത്തിൽ വരും, ആകാശത്തിൽ വരും എന്ന് പ്രതീക്ഷയല്ല. ദിവസം പ്രതി നിന്റെ പ്രാർത്ഥന മുറിയിൽ അവൻ പ്രത്യക്ഷപ്പെടും എന്ന് വിശ്വസിക്കുന്നു. You have to expect God to appear in your prayer room. Praise God. ഉദാഹരണം പറയാം, ചെറിയ ഉദാഹരണം പറയട്ടെ. പ്രൈസ് ഗോഡ്. വേട്ടമ്പള്ളി എന്നൊരു സ്ഥലമുണ്ടോ കേരളത്തിന്? വേട്ടമ്പള്ളി ഏതോ ചെറിയ കേട്ടിൽ തോന്നുന്നു. ഓക്കെ, എനിവേ, പ്രൈസ് ഗോഡ്. ഒരു പാട്ടുകാരനുണ്ട്. ആ പാട്ടുകാരൻ സുശേഷനുമാണ്, ദേവദാസനാണ്. ഫ്രണ്ടിലിരിക്കുന്ന ആ ദേവദാസൻ കറുത്ത നിറമുള്ള ഒരു ദേവദാസനാണ്, ഭയങ്കര കറുത്തിരിക്കുന്ന. സ്റ്റേജിലിരിക്കുന്ന ഒരു പാസ്റ്റർ ഫ്രണ്ടിലിരിക്കുന്ന ദേവദാസനെ ആരെന്ന് അറിയാത്ത നിങ്ങൾ, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എത്യോപ്യനെ കണ്ടിട്ടുണ്ടോ, ഷണ്ടെ അറയിൽ കണ്ടിട്ടുണ്ടോ എന്ന് യേശു ക്രിസ്തുവിൻ്റെ പാടുകൾ ഉപദ്രവങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, എത്യോപ്യനെ കുറിച്ച് പറയേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ ആരെങ്കിലും എത്യോപ്യനെ കണ്ടിട്ടുണ്ടോ? ഇത് മുമ്പ് കണ്ടിട്ടില്ല. ഇത് ഫ്രണ്ടിലിരിക്കുന്ന ഈ ദേവദാസനെ പോലെ ആയിരിക്കും, കരുത്ത് എന്ന് പറഞ്ഞു. ആ ദേവദാസന് ഭയങ്കര വിഷമമായി. ആ ദേവദാസൻ വീട്ടിൽ ചെന്ന് ഉറങ്ങിയില്ല. ഉറങ്ങാതെ മനുഷ്യൻ ദേവദാസന് ദൈവത്തിൻ്റെ കർത്താവായ യേശു ക്രിസ്തു ഇറങ്ങി വന്ന് പ്രത്യക്ഷപ്പെട്ടു. എൻ്റെ മോനെ, നീ ഉറങ്ങിയില്ലല്ലേ? നീ വിഷമത്തോടായിരിക്കുന്നേ? ഒത്തിരി കരഞ്ഞല്ലേ? ഞാൻ എല്ലാവരും മുൻപ് വെച്ച് എന്നെ അവമാനിച്ചില്ലേ? അതുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നേ എന്ന് പറഞ്ഞ് എഴുതിക്കൊള്ളാൻ പറഞ്ഞു. പ്രൈസ് ഗോഡ്. അപ്പോൾ എഴുതിയ ഗാനമാണ്, എൻ പ്രിയ രക്ഷകൻ നീതിയൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമ്പോൾ എൻ്റെ ഇരുളെല്ലാം മാറും, ഞാൻ ഹല്ലോ യേശുവിനെ പോലെ മാറും എഴുതിയത് ആ പാട്ട്. ഗ്ലോറി ബി ടു ഗോഡ്സ് ഹോളി നെയിം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പ്രാർത്ഥന മുറിയിൽ ഇറങ്ങി വരുന്ന പ്രത്യക്ഷതയെ നമ്മൾ വിശ്വസിക്കുന്നു. We have to expect the appearing of the Lord Jesus in our prayer room. Glory be to God's holy name. ഇറങ്ങി വന്നില്ലെങ്കിൽ നമുക്ക് എന്തോ പ്രശ്നമുണ്ട്. പ്രൈസ് ഗോഡ്. അവിടെ ഇറങ്ങി വന്ന് ഒരു വാക്കുകൾ സംസാരിക്കണം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരുക്കുന്നതാണ് നീതിൻ്റെ ക്രീഡം. A call to revival എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ഗോഡ്. രണ്ട് വിധമായ പെർഫെക്ഷൻ ഉണ്ട് ബൈബിളിൽ. ഐ മീൻ, പ്രൈസ് ഗോഡ്. ഒന്ന് ക്രിസ്ത്യൻ പെർഫെക്ഷൻ, ഒന്ന് ക്രൈസ്റ്റ് ലൈക്ക് പെർഫെക്ഷൻ. ക്രിസ്ത്യൻ പെർഫെക്ഷൻ മാനസാന്തരപ്പെടുക, സ്നാനപ്പെടുക, ആ വേർപാട് സ്വീകരിക്കുക, അഭിഷേകം പ്രാപിക്കുക, ജയം കൊണ്ട് ജീവിതം ജീവിക്കുക, ഇത്രേ ഉള്ളൂ. ഐ മീൻ, പ്രൈസ് ഗോഡ്, ക്രിസ്ത്യൻ പെർഫെക്ഷൻ. ക്രൈസ്റ്റ് ലൈക്ക് പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഹംബിൾനെസ്, ക്രൈസ്റ്റ് പോലെ മീക്ക്നെസ്, ക്രൈസ്റ്റ് പോലെ ഒബീഡിയൻസ്, ക്രൈസ്റ്റ് പോലെ വിൽ ഓഫ് ഗോഡ് ചെയ്യുന്നവർ, ഐ മീൻ ക്രൈസ്റ്റ് പോലെ സഫർ ചെയ്യുന്നവർ, ഐ മീൻ പ്രൈസ് ഗോഡ്, ഇങ്ങനെയുള്ളവരാണ് ക്രൈസ്റ്റ് ലൈക്ക് പെർഫെക്ഷനിലേക്ക് വരുന്നത്. അപ്പോൾ രണ്ട് വിധമായ പെർഫെക്ഷൻ ഉണ്ട്. അപ്പോൾ ക്രിസ്ത്യൻ പെർഫെക്ഷനിൽ ഇരിക്കുന്നവർ തന്നെ ക്രൈസ്റ്റ് ലൈക്ക് പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നു. അതാണ് പേഴ്സണൽ സ്റ്റേറ്റ് ഓഫ് റിവൈവൽ. ഗ്ലോറി ബി ടു ഗോഡ്സ് ഹോളി നെയിം.
Hallelujah. Praise the Lord. Hallelujah. ഈ ഒലിവ് മരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഒലിവ് മരത്തിൽ നിന്നാണ് ഒലിവ് വൃക്ഷം വരുന്നത്. ഒലിവ് വൃക്ഷത്തെ എടുത്ത് അടിച്ച് ഒത്തിരി അടികൾ അടിച്ചാണ് അതിൽ നിന്ന് എണ്ണ എടുക്കുന്നത്. ആ എണ്ണയാണ് അഭിഷേകത്തെ തൈലമായിട്ട് പുരോഹിതന്മാർ മുകളിൽ ഒഴിക്കുന്നത്. അവർ മഹാവിശുദ്ധ സ്ഥലം വരെ അവരെ എത്തിക്കുന്നത് ഈ അഭിഷേകമാണ്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഗോഡ്, നിങ്ങളെയും എന്നെയും അഭിഷേകിച്ചത് ദൈവം അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല, മഹാവിശുദ്ധ സ്ഥലത്തിലേക്ക് അപ്പാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്നു. പ്രൈസ് ബി ടു ഗോഡ്സ് ഹോളി നെയിം. ആ മോസ്റ്റ് ഹോളി പ്ലേസിൽ നടക്കുന്ന അനുഭവിക്കുന്ന കാണുന്ന തേജസ് ഞാൻ എൻ്റെ കാറിൽ അനുഭവിക്കുന്നു. അതേ ഗ്ലോറി മഹാവിശുദ്ധ സ്ഥലത്തിൽ മോശെ ശമൂവേൽ ഉറങ്ങിപ്പോയി. ദൈവത്തിൻ്റെ തേജസ് കണ്ടിട്ട് കൊച്ചു ഉറങ്ങിപ്പോയി. ആ കൊച്ച് അനുഭവിച്ച അതേ തേജസ് ഞാൻ എൻ്റെ കാറിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ അനുഭവിക്കുന്നു. എന്താ കാരണം? Because I'm up in the personal state of revival. Hallelujah. Glory be to God's holy name. Lastly, I want to say and conclude. What's time, brother? Oh, sorry. A call to reconciliation. I want to stop with this. A call to reconciliation. Why did I say a call to reconciliation? വായിക്കാം ഓസിയ 14-ാമത്തെ അധ്യായം അതിന് 8-9 വാക്യം. Glory be to God's holy name. Amen. Hallelujah. അവൻ പറയുന്ന ഒരു വാക്ക്, ആമേൻ, പ്രൈസ് ഗോഡ്. എനിക്ക് വിഗ്രഹങ്ങൾക്ക് എന്താ സംബന്ധം, എന്താ ബന്ധം? എനിക്ക് വിഗ്രഹങ്ങൾ ഒന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ ചിന്തയിൽ, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഒരു വികാരം, തെറ്റായ വികാരങ്ങൾ ഒന്നുമില്ല. പ്രൈസ് ഗോഡ്. എൻ്റെ ചിന്ത തൊട്ട് എൻ്റെ കാൽ നടപ്പ് വരെ പ്രൈസ് ഗോഡ് ദൈവസ്ഥാനത്തെയും ഞാൻ അനുഭവിക്കുന്നു. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഏശയ്യാ 35-ാമത്തെ അധ്യായം എടുക്കാൻ സമയമില്ല, ഞാൻ പറഞ്ഞു പോട്ടെ. പ്രൈസ് ഗോഡ് 35-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം പറയുന്നു, നിത്യ സന്തോഷം അവർ തലയിന്മേലിരിക്കും എന്ന് പറഞ്ഞാൽ ദൈവസാന്നിധ്യത്തിൽ അനുഭവിക്കുന്ന ഒരു സന്തോഷം എൻ്റെ ചിന്തയിൽ എപ്പോഴുമുണ്ട്, ഇപ്പോഴുമുണ്ട്. നിത്യതയിൽ മാത്രമല്ല, ഇപ്പോൾ തന്നെ ഞാൻ സ്വർഗം അനുഭവിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു എൻ്റെ കൂടെ ഉണ്ട്, പിതാവിൻ്റെ കൂടെ ഉണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഉണ്ട്. സ്വർഗത്തിൽ അനുഭവിക്കുന്ന അതേ സന്തോഷം ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നു. ഹല്ലേലൂയ. Glory be to God's holy name. Praise be to God. Hallelujah. Praise God. Hallelujah. Praise God. വാക്ക് ഫിനിഷ് ചെയ്യട്ടെ. പ്രൈസ് ഗോഡ്. ദൈവം നമ്മളെ കൊണ്ടുവരുന്ന അവസ്ഥ, ആമേൻ, പ്രൈസ് ഗോഡ്, എവിടെയെന്ന് ചോദിച്ചാൽ, ആമേൻ, വാക്കുകൾ മാനസാന്തരപ്പെടുമ്പോൾ വാക്കുകൾ എന്ന് പറഞ്ഞ് കേട്ടു. കോൾ ഫോർ റിവൈവൽ ഇൻസ്ട്രക്ഷൻ കേട്ടു. എന്നാൽ 9-ാമത്തെ വാക്യം പറയുന്നു, ആമേൻ, പ്രൈസ് ഗോഡ്, ദ വേസ് ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ വഴികൾ ഞാൻ അറിയുന്നു. ഞാൻ വൈസായിട്ട് മാറി, ഞാൻ പ്രൂഡൻ്റായിട്ട് മാറി, എൻ്റെ പ്രാർത്ഥന വളരെ സ്മാർട്ടായിട്ട് മാറി. ആമേൻ. മറ്റവരെ പോലെ കറങ്ങി റൗണ്ട് അബൌട്ടിൽ കറങ്ങി വരുന്നില്ല. ഞാൻ ഷോർട്ട് വേയിൽ കൂടെ ഞാൻ ആ സ്ഥലത്തിലേക്ക് എത്തുന്നു. സ്മാർട്ടായി, എൻ്റെ പ്രാർത്ഥന സ്മാർട്ടായി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എലിയാവ് വളരെ ഒത്തിരി നേരം പ്രാർത്ഥിച്ചില്ല, വളരെ ചുരുക്കമാണ് അവൻ്റെ പ്രയർ. ഹല്ലേലൂയ. പക്ഷേ സ്വർഗത്തിൽ തീ വന്നു. ഒരു ആഫ്രിക്കൻ പാസ്റ്റർ പറഞ്ഞത് കേട്ടു. ഒരു വിശ്വാസി ഒരു പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ, നിങ്ങൾ പവർ പാസ്റ്ററാണോ എന്ന് ചോദിച്ചു. പാസ്റ്റർ പറഞ്ഞു, എനിക്ക് പവർ പാസ്റ്ററാണോ ഞാൻ അറിയത്തില്ല, പക്ഷേ എൻ്റെ പ്രാർത്ഥനയെ സ്വർഗത്തിൽ ദൈവം കേൾക്കും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നോട്ട് ബൈ ദ ഗിഫ്റ്റ്സ് ദാറ്റ് വി ആർ നോൺ, ബട്ട് ബൈ ദ ക്യാരക്ടർ ഓഫ് ക്രൈസ്റ്റ് വി ആർ നോൺ. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞ് ഫിനിഷ് ചെയ്യട്ടെ. ലാസ്റ്റ് ഒരു വാക്യമുണ്ട്, ആൻഡ് ദ ജസ്റ്റ് ഷൽ വാക്ക് ഇൻ ദം. And the just shall walk in them. Just in the വാക്ക് നീതിമാൻ, അത് ഇംഗ്ലീഷിൽ ജസ്റ്റ് വാക്കുണ്ട്. ആ ജസ്റ്റ് എന്ന വാക്ക് ജസ്റ്റ് അക്ഷരത്തിൽ എടുത്താൽ
ജസ്റ്റ് എന്ന വാക്ക് ഇൻ്റർവ്യൂവിൽ ഉപയോഗിക്കാൻ പെടാത്ത വാക്കാണ്. ഇൻ്റർവ്യൂ ടിപ്സിൽ ആൾക്കാർ പറയുന്നത് ജസ്റ്റ് എന്ന വാക്ക് മാത്രം ഉപയോഗിക്കരുത്. പ്രൈസ് ഗോഡ്. മീനിങ്ലെസ് ആക്കും. ആ വേർഡ് മുഴുവനും മീനിങ്ലെസ് ആയിട്ട് മാറും. ആ സെൻറ്റൻസ് മുഴുവൻ നിങ്ങൾ എത്ര മനോഹരമായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞാലും ആ ജസ്റ്റ് എന്ന വാക്ക് ഉപയോഗിച്ചാൽ മതി, ആ സെൻറ്റൻസ് മുഴുവനും ഇല്ലാതെയാകും. ഉപയോഗിക്കാൻ പാടില്ല. ഇൻ്റർവ്യൂവിൽ ജസ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല. ഈ ഭൂമിയിൽ ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അങ്ങനെയാണെങ്കിൽ ആമേൻ സ്വർഗത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ജസ്റ്റാണ്. നീതിമാൻ ഇന്നും നീതി ചെയ്യട്ടെ, ഇതാ ഞാൻ വേഗം വരുന്നു, അവരവർക്ക് ഞാൻ അളിക്കും, ഞാൻ നൽകുന്ന പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വേഗം വരുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. A call to repentance, a call to revival, a call to reconciliation. May the Lord bless you all. Shall we close our eyes and pray?